പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. നിയമസഭാ തെരഞ്ഞെടുപ്പ് LDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ഡോക്ടർ ആർ ബിന്ദു നഗരത്തിൽ റോഡ് ഷോ നടത്തി. പൂതംകുളം മൈതാനിയിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ നഗരം ചുറ്റി കുട്ടംകുളം പരിസരത്ത് സമാപിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഉല്ലാസ് കളക്കാട്, അഡ്വക്കേറ്റ് KR വിജയ, ഏരിയ സെക്രട്ടറി VA മനോജ് കുമാർ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ്, CPI മണ്ഡലം സെക്രട്ടറി NK ഉദയ് പ്രകാശ്, കേരള കോൺഗ്രസ് M നിയോജക മണ്ഡലം പ്രസിഡന്റ് TK വർഗീസ് മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി. സൗന്ദര്യവൽക്കരണ പദ്ധതികൾ തുടങ്ങിവെച്ച ബിന്ദു ടീച്ചർ, ഇനി സിവിൽ സ്റ്റേഷന് അംഗീകാരം നൽകിയ ബിന്ദു ടീച്ചർ, അന്താരാഷ്ട്ര ഭിന്നശേഷി സൗഹൃദ കേന്ദ്രമാക്കി സമ്പൂർണ്ണ നേട്ടങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തി ലോകോത്തര കേന്ദ്രമാക്കി നിപ്രളയമാക്കിയ ബിന്ദു ടീച്ചർ ഇതാ ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി എത്തുന്നു. പ്രിയമുള്ളവരെ, അഭിവാദ്യം ചെയ്യുക, ആശീർവദിക്കുക. വികസനത്തിന്റെ നാഴികക്കല്ലായി തൃശൂർ ജില്ലാ പോലീസ് ആസ്ഥാന മന്ദിരം ഇരിങ്ങാലക്കുടയിലേക്ക് കൊണ്ടുവന്നതിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് NDA സ്ഥാനാർത്ഥിയായി സന്തോഷ് ചെറാകുളത്തെ പ്രഖ്യാപിച്ചു. സന്തോഷ് ചെറാകുളം രണ്ടാം തവണയാണ് NDA സ്ഥാനാർത്ഥിയായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുടയിൽ നിന്നും മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ BJP സൗത്ത് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിയ സന്തോഷ് ചെറാകുളത്തെ ജില്ലാ പ്രഭാരി MA വിനോദ്, BJP സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട എന്നിവരുടെ നേതൃത്വത്തിൽ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. ഇരിങ്ങാലക്കുടയിൽ സമഗ്ര വികസനമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷ്യം. ഇവിടെ NDA ആണ് ഇനി വരുള്ളൂ. കാരണം NDA വന്നാൽ മാത്രമേ കേരളത്തെ രക്ഷിക്കുവാൻ സാധിക്കുള്ളൂ. കാരണം ഇവിടെ കേരളം കടത്തിന്മേൽ കടം ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകൾ ഇവിടെ വന്ന് ജയിച്ചാൽ, കേരളം പിടിച്ചാൽ ഡബിൾ എഞ്ചിനായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. ആ ഡബിൾ എഞ്ചിനായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ഇനി കേരളത്തെ രക്ഷിക്കുള്ളൂ. കാരണം നമുക്ക് സമഗ്ര വികസനമാണ് ഇരിങ്ങാലക്കുടയിലും കേരളത്തിലും ആവശ്യം. അതിനുവേണ്ടി മോദിയുടെ എല്ലാ പിന്തുണയും ഞങ്ങൾ ജയിച്ചു വന്നാൽ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം, ഇന്ന് റോഡ് വികസനം, റെയിൽവേ വികസനം, എല്ലാ തലങ്ങളിലുമുള്ള വികസനം നമുക്ക് ഇന്ന് കാണാൻ സാധിക്കും. നമ്മൾ ഇത് പറയല്ല, ഇത് നമുക്ക് ജനങ്ങളിലേക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് NDA സർക്കാർ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് വേണ്ടത് ജനങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുന്ന ബൃഹത്തായ പദ്ധതികൾ, ഇൻഷുറൻസ് പദ്ധതി പോലുള്ള ബൃഹത്തായ പദ്ധതികൾ NDA സർക്കാർ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ന് കേരളത്തിൽ ഒരുപാട് പാവങ്ങൾ എല്ലാ കാര്യങ്ങളും, ഇപ്പം നമുക്കറിയാം ഇന്ത്യ രാജ്യം ഇന്ന് ലോകമെമ്പാടും ശ്രദ്ധ ആകർഷിക്കുന്ന കാര്യം തന്നെ നമ്മുടെ നരേന്ദ്രമോദിയുടെ പ്രവർത്തനം കൊണ്ടാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി തന്നെ രൂപീകരിച്ചിട്ട് 90 കൊല്ലാവാനാണ് പോകുന്നത്. എന്തുണ്ട് ഇരിങ്ങാലക്കുട എന്ന് രൂപീകരിച്ചോ അതിലും വലിയ വ്യത്യാസമൊന്നും ഇവിടെ വരിക്കാൻ മാറി വന്ന UDF സർക്കാരിനോ LDF സർക്കാരിനോ സാധിച്ചിട്ടില്ല. റോഡ് വികസനം മുഖ്യ പ്രധാനം. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് റോഡിൻ്റെ സൗകര്യക്കുറവുകളുണ്ട്. എല്ലാ റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ് തവിടുപൊടിയായിട്ട് കിടക്കുക. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുത്തണമെങ്കിൽ നല്ല ഒരു MLA ഇരിങ്ങാലക്കുടയിൽ ഉണ്ടാകണം. എന്നാൽ മാത്രമേ വികസനം, നമുക്കിവിടെ ഒരു MLA ഉണ്ടായാൽ വികസനം നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളും ഉപയോഗിച്ചുകൊണ്ട്, ഇപ്പോൾ ഒരുപാട് പദ്ധതികൾ ഇവിടെ ലാപ്സായി പോകുന്നുണ്ട്.
ആ പദ്ധതികളൊക്കെ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഇവിടെ NDA ഭരണം വരണം. ഇരിങ്ങാലക്കുടയുടെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞതായി LDF സ്ഥാനാർത്ഥി ഡോക്ടർ ആർ ബിന്ദു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ഇരിങ്ങാലക്കുട പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഠാണ ചന്തക്കുന്ന് റോഡ് വികസനം യാഥാർത്ഥ്യമായതും ജുഡീഷ്യൽ കോർട്ട് കോംപ്ലക്സിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണെന്നും കുട്ടംകുളം മതിലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലാണെന്നും പൊതുമ്പുചിറ ടൂറിസം പദ്ധതി പൂർത്തീകരിക്കാനായതും കോന്തിപുലത്ത് സ്ഥിരം തടയണയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനായതും നിപ്മറിനെ ലോക നിലവാരത്തിലേക്ക് എത്തിച്ചതും ഈ സർക്കാരിന്റെ കാലത്താണെന്ന് ഡോക്ടർ ആർ ബിന്ദു ചൂണ്ടിക്കാട്ടി. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയുടെ പുതിയ കെട്ടിട സമുച്ചയങ്ങൾ പൂർത്തീകരിക്കാനായതും നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പൊതുമരാമത്ത് റോഡുകൾ BMBC ടാറിംഗ് നടത്താനായതും തൃശൂർ റൂറൽ ജില്ലാ പോലീസ് ഓഫീസ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയതും ഈ കാലഘട്ടത്തിലാണ്. ഇരിങ്ങാലക്കുടയിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾക്ക് എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ലഭിച്ചിട്ടുണ്ട്. ഠാണ ചന്തക്കുന്ന് റോഡ് വികസനം UDF സർക്കാരിന്റെ കാലഘട്ടത്തിലാണെന്ന അവകാശവാദം വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. പ്രൊഫസർ KU അരുണൻ MLA ആയിരുന്ന സമയത്തിന്റെ അവസാന ഘട്ടത്തിൽ 2021 ജനുവരി മാസത്തിലാണ് ഠാണ ചന്തക്കുന്ന് റോഡ് വികസനത്തിന്റെ ആദ്യ ഉത്തരവ് ഇറങ്ങുന്നതെന്ന് ഡോക്ടർ ആർ ബിന്ദു ചൂണ്ടിക്കാട്ടി. താൻ ജനപ്രതിനിധിയായി വന്നതിന് ശേഷം 7ഓളം സർക്കാർ ഉത്തരവുകളാണ് ഇക്കാര്യത്തിലുണ്ടായത്. ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ഠാണ ചന്തക്കുന്ന് റോഡ് വികസനം യാഥാർത്ഥ്യമാക്കിയത്. മറിച്ചുള്ള വ്യാജ പ്രചരണങ്ങൾ വേദനാജനകമാണെന്നും ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ഠാണ ചന്തക്കുന്ന് വികസനം 50 വർഷത്തിലേറെ കാലമായി ഇരിങ്ങാലക്കുടക്കാർ ഹൃദയത്തിലേറ്റിയിട്ടുള്ള ഒരു വികസന സ്വപ്നമാണ്. ശ്രീ ലോനപ്പൻ നമ്പാടൻ മാഷ് ഇരിങ്ങാലക്കുടയുടെ MLA ആയിരുന്ന കാലം മുതൽ വിശദമായി ചർച്ച ചെയ്തു പോന്നിരുന്ന ഒരു വികസന പദ്ധതിയാണത്. അന്നത്തെ നഗരസഭാ ചെയർമാനായിരുന്ന ശ്രീ MP കൊച്ചുദേവസി, ലോനപ്പൻ നമ്പാടൻ മാഷ്, മറ്റ് ജനപ്രതിനിധികൾ എല്ലാവരും ഠാണാവിൻ്റെ ആ ഗതാഗത കുരുക്കും മറ്റ് പരിതസ്ഥിതികളും പരിഗണിച്ചുകൊണ്ട് അവിടെ കുറെ കൂടി വിസ്തൃതമാക്കണം എന്ന ആശയം ചർച്ച ചെയ്തിട്ടുണ്ട്. 50 വർഷത്തിലേറെ കാലമായി ഇരിങ്ങാലക്കുടയുടെ ഹൃദയത്തിൻ്റെ കേന്ദ്രത്തിലുള്ള ആ വികസന സ്വപ്നം സാക്ഷാത്കരിക്കാനായത് ഈ 5 വർഷക്കാലത്തിനിടയിലാണ് എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യജനകമായ ഒരു കാര്യമായി കരുതുകയാണ്. ഒരു ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ഉൾപ്പെടെയുള്ള പ്രവൃത്തിയായതുകൊണ്ട് അതിന് ധാരാളം നടപടിക്രമങ്ങളുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഉത്തരവുകളുണ്ട്. ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിൽ അത് കൊണ്ടുവരണമെന്ന് ഞാൻ കരുതിയതാണ്, പക്ഷേ സമയക്കുറവുകൊണ്ട് അതിന് സാധിച്ചില്ല. യഥാർത്ഥത്തിൽ ഇത് ഒരുപാട് വൈതരണികൾ തരണം ചെയ്തിട്ടാണ് ഇന്ന് കാണുന്ന പോലെ ആ പ്രൊജക്റ്റ് എത്തിയിട്ടുള്ളത്. അതിന് പണം അനുവദിക്കുന്ന കാര്യത്തിലും ആദ്യം അനുവദിച്ച പണം തികയാതെ വരികയും ആദ്യത്തെ ഓർഡറിൽ 30 കോടി രൂപയാണ് അതിന് അനുവദിക്കപ്പെട്ടത്. നിർമ്മാണം പൂർത്തീകരിക്കുമ്പോൾ 52 കോടി രൂപ അതിന് ചെലവായിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കുന്നതിന് തന്നെ ആദ്യം അനുവദിക്കപ്പെട്ട തുക തികയാതെ വന്നു. അതായത് ആദ്യത്തെ ആ ഉത്തരവിന് ശേഷമാണ് യഥാർത്ഥ ഭൂമി അടയാളപ്പെടുത്തുന്നതും നഷ്ടപരിഹാരം സംബന്ധിച്ച ഡീറ്റെയിൽസ് വരുന്നതൊക്കെ. അപ്പം അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് വീണ്ടും ഞാൻ വന്നതിന് ശേഷം വന്നിട്ടുണ്ട്. ഇത് ഏറ്റെടുക്കുന്നതിന് റവന്യൂവിന് അനുവാദം കൊടുത്തുകൊണ്ടുള്ള ഉത്തരവ് അതിനുശേഷം വന്നിട്ടുണ്ട്. പിന്നെ പൊതുമരാമത്ത് വകുപ്പിനാണ് നിർമ്മാണ പ്രവൃത്തികൾക്കുള്ള അനുവാദം ആദ്യം കൊടുത്തിരുന്നത്. ആ തുക തികയാതെ വരികയും കോൺക്രീറ്റ് റോഡാണ് അതിലൂടെ പാസ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് BMNBC അവിടെ മാത്രം ആയാൽ ശരിയാവില്ല എന്നുള്ളത് കൊണ്ട് കോൺക്രീറ്റ് റോഡാക്കി മാറ്റുന്നതിനുള്ള ഉത്തരവ് വേറെ ലഭ്യമാക്കിയിട്ടുണ്ട്. നിരവധി യോഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കാണുന്ന ഈ നിലയിൽ അത് വന്നിട്ടുള്ളത്. അതിൽ വളരെയധികം ക്ലേശകരമായ പ്രവർത്തനം, കഠിനാധ്വാനം അതിൻ്റെ പിറകിലുണ്ട്. അതുകൊണ്ട് തന്നെ UDF കാലത്ത് അതുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് വളരെ വേദനാജനകമാണ്, ഖേദകരമാണ്. ഇരിങ്ങാലക്കുട ഠാണ ചന്തക്കുന്ന് റോഡ് വികസനത്തെക്കുറിച്ച് ഡോക്ടർ ആർ ബിന്ദു നടത്തിയ പ്രസ്താവന വാസ്തവ വിരുദ്ധമാണെന്ന് മുൻ സർക്കാർ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ.
ഠാണ ചന്തക്കുന്ന് റോഡ് വികസനമടക്കം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ ഡോക്ടർ ബിന്ദു വഹിക്കുന്ന പങ്ക് അഭിനന്ദനാർഹമാണ്. എന്നാൽ ഠാണ ചന്തക്കുന്ന് റോഡ് വികസനം UDF സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ചതല്ലെന്ന പ്രസ്താവന വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. താൻ MLA ആയിരുന്ന കാലഘട്ടത്തിൽ 2013-2014 ബജറ്റിലാണ് ആദ്യമായി ബജറ്റിൽ പണം വകയിരുത്തിയത്. ഇതിനായി 2 ഘട്ടങ്ങളിലായി 11 കോടി രൂപ അനുവദിച്ചിരുന്നു. വസ്തുത ഇതല്ലെങ്കിൽ പ്രൊഫസർ KU അരുണൻ മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ LDF പ്രകടന പത്രികയിൽ ഠാണ ചന്തക്കുന്ന് റോഡ് വികസനം 6 മാസം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് എങ്ങനെ വാഗ്ദാനം ചെയ്യുമെന്നായിരുന്നു തോമസ് ഉണ്ണിയാടിന്റെ മറുചോദ്യം. ടീച്ചർ നടത്തിയ പ്രസ്താവന ശരിക്കും അടിസ്ഥാനരഹിതമായ കുറേ കാര്യങ്ങൾ ആണ്. ചന്തക്കുന്ന് വികസനം പൂർത്തീകരണത്തിലേക്ക് പോകുന്നതിൽ നമുക്കെല്ലാവർക്കും ഒരു സന്തോഷമുണ്ട്. ഇതിൽ പ്രവർത്തനങ്ങൾ കുറേയൊക്കെ ടീച്ചർ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ടീച്ചർ അഭിനന്ദിക്കുകയാണ്. പക്ഷേ ഠാണ ചന്തക്കുന്ന് വികസനത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും ആരംഭിക്കുന്നത് ഞാൻ MLA ആയ സന്ദർഭത്തിലാണ്. 2013-14 കാലഘട്ടത്തിലാണ് ഠാണ ചന്തക്കുന്ന് വികസനത്തിന് ആവശ്യമായിട്ടുള്ള ബഡ്ജറ്റ് പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അതിനെ തുടർന്നാണ് ഭരണാനുമതിയും സാങ്കേതിക അനുമതി ലഭിക്കുന്നത്. 300 ലക്ഷം രൂപ അധികവും പിന്നീട് 8 കോടി രൂപയും അങ്ങനെ 11 കോടി രൂപ ആ സന്ദർഭത്തിൽ അനുവദിക്കുകയുണ്ടായി. ലാൻഡ് അക്വിസിഷൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് ആവശ്യമാകുന്ന കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും അതിൻ്റെ തുടക്കം കുറിക്കാൻ കഴിഞ്ഞെങ്കിലും 2016 ശേഷം എനിക്ക് നിയമനത്തിന് MLA തിരഞ്ഞെടുക്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായില്ല. അതുകൊണ്ട് ആണ് എനിക്ക് ആ പ്രവൃത്തിയുമായി മുന്നോട്ട് പോകാൻ കഴിയാതെ 2016 വീണ്ടും ജയിക്കുമായിരുന്നെങ്കിൽ 1 വർഷത്തിനുള്ളിൽ ആ പദ്ധതി പൂർത്തീകരിക്കാൻ സാധിക്കുമായിരുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയും വസ്തുതയാണ് എന്ന് തെളിയിക്കുന്ന ഒന്നാണ് അരുണൻ മാസ്റ്റർ. അദ്ദേഹം MLA ആയി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സന്ദർഭത്തിൽ, MLA ആയിട്ടില്ല, തെരഞ്ഞെടുപ്പിൽ നിയമസഭാ മത്സരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു പ്രകടന പത്രിക ഇറക്കി. ആ പ്രകടന പത്രികയിൽ പറഞ്ഞത് 6 മാസത്തിനുള്ളിൽ ഠാണ ചന്തക്കുന്ന് വികസനം പൂർത്തീകരിക്കുമെന്നാണ്. അപ്പോൾ ഠാണ ചന്തക്കുന്ന് വികസന കാര്യങ്ങളിൽ ഞാൻ ഈ പറഞ്ഞത്രയും കാര്യങ്ങൾ നടന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പ്രകടന പത്രികയിൽ അങ്ങനെ എഴുതി ചേർത്ത് വയ്ക്കാൻ സാധിക്കുമായിരുന്നു. അന്നത്തെ പ്രകടന പത്രിക പരിഷത്ത് ചിലത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇനി അത് ഇല്ലെങ്കിൽ ഞാനത് മനസ്സിലാക്കും. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ AKCCയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് മുനിസിപ്പൽ മൈതാനിയിൽ രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു. കത്തീഡ്രൽ AKCC പ്രസിഡന്റ് സാബു കൂനൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ, AKCC രൂപത ഡയറക്ടർ ഫാദർ ലിജു മഞ്ഞപ്രക്കാരൻ, ജനറൽ കൺവീനർ രഞ്ജി അക്കരക്കാരൻ, ചെയർമാൻ ഷാജു കണ്ടംകുളത്തി, സെക്രട്ടറി റോബി കാളിയങ്കര, പ്രോഗ്രാം കോർഡിനേറ്റർ ടെൽസൺ കോട്ടോളി, കത്തീഡ്രൽ ട്രസ്റ്റി PT ജോർജ് എന്നിവർ പ്രസംഗിച്ചു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം CD ഫ്രാൻസിസിനെ ചടങ്ങിൽ ആദരിച്ചു. ജോയിന്റ് കൺവീനർമാരായ ഷാജു പാറേക്കാടൻ, അഡ്വക്കേറ്റ് ഹോബി ജോളി, വർഗീസ് ജോൺ എന്നിവർ നേതൃത്വം നൽകി. ആദ്യ മത്സരത്തിൽ തൃശൂർ കാളിദാസ FC സെയിൻസ് കോലഞ്ചേരിയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തി. പിതാവ് ഈ ഫുട്ബോൾ കമ്മിറ്റി ആദ്യമേ തന്നെ ഞാൻ AKCCയെ അഭിനന്ദിക്കുകയാണ്. കാരണം ഇതിപ്പം 3ാമത്തെ മത്സര കളിയാണ് ഇവിടെ നടത്തപ്പെടുക. ഓരോ വർഷം തോറും ഇതിൻ്റെ ഒരുക്കങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട പബ്ലിസിറ്റിയുമൊക്കെ കുറേയും കൂടെ വിപുലമായിക്കൊണ്ടിരിക്കുക. ഇന്ന് കാണികൾക്ക് ഇരിക്കാനുള്ള ഗാലറി സജ്ജമാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റെല്ലാ സൗകര്യങ്ങളും ഭംഗിയായിട്ട് നടത്തിയിരിക്കുന്നു. ഈ കളിയിൽ പങ്കെടുക്കുന്ന താരങ്ങൾ
നമ്മോടൊപ്പമായിരിക്കുന്ന ആദരണീയനായ ശ്രീ ഫ്രാൻസിസ് സന്തോഷ് ട്രോഫി താരവും അതുപോലെ തന്നെ ഇന്ത്യൻ ടീം താരവുമൊക്കെ ആയിട്ട് വളർന്നതുപോലെ ഇവിടെ കളിച്ചു പോകുന്നവർ ഇന്ത്യൻ ടീമായിട്ടും ഇൻ്റർനാഷണൽ ടീം താരങ്ങളുമായിട്ടും വളരുവാൻ ഇടവരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതിന് നമ്മുടെ AKCC നടത്തുന്ന പ്രോത്സാഹനം ഏറെ സഹായകരമാണ്. ഈ അവസരത്തിൽ AKCCയിലെ എല്ലാ അംഗങ്ങളെയും വിചാരിച്ച ഉൾപ്പെടെ എല്ലാ അംഗങ്ങളെയും കൃത്യമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു. ഗോൾ കീപ്പർ ശ്രീ സന്ദീപ്, ഐവറി കോസ്റ്റിലെ കളിക്കാരൻ പ്രിയപ്പെട്ട ആൻഡേഴ്സൺ സ്റ്റോപ്പർ ബാക്ക്, ഫഹദ് വിംഗ് ബാക്ക്, ജാക്സൺ വിംഗ് ബാക്ക്, പോഗ്ബ സെൻട്രൽ ഫോർവേഡ്, ഗോൾ കീപ്പർ ദാസൻ. മാപ്രാണം കുറ്റിക്കാടൻ ചാക്കുണ്ണി അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11-ന് മാപ്രാണം ഹോളി ക്രോസ് ദേവാലയത്തിൽ നടക്കും. റോസ്ലി ഭാര്യയും സോഫി, സോണി, ആന്റണി എന്നിവർ മക്കളുമാണ്. ഷൈജു, ബിനേഷ്, നിക്കി എന്നിവർ മരുമക്കളാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.